കേരളം ഞെട്ടിയതാണ്. സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ വിസ്മയ ആ ദിവസം മാത്രം ആ വീട്ടിൽ നേരിട്ട കൊടിയ പീഡനങ്ങൾ, കൊടിയ മർദ്ദനങ്ങൾ, കൊടിയ ഉപദ്രവങ്ങളൊക്കെ കേട്ട് അതിന്റെ വിശദാംശങ്ങൾ വിസ്മയുടെ അച്ഛനമ്മയൊക്കെ പറയുന്നത് കേട്ട് കേരളം ഞെട്ടിയതാണ്. ആ കേസിൽ പ്രതി കിരൺകുമാർ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. പ്രതി കിരൺകുമാറിന് ജാമ്യം എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ വാർത്ത. ഹൈക്കോടതി അപ്പീലിൽ തീരുമാനമെടുക്കും വരെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ഹർജി സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കണം, എന്താണ് അത് കേവലം ജാമ്യം കിട്ടൽ മാത്രമല്ല, അത് ശിക്ഷാവിധി മരവിപ്പിക്കൽ കൂടിയാണ്. അതാണ് ഒരു പക്ഷേ ആ വിധിയെ കുറച്ചുകൂടി പ്രസക്തമാക്കുന്നത് എന്ന് തോന്നുന്നുണ്ട്. എന്താണ് അത് സംഭവിക്കുന്നത് എന്ന കാര്യം അല്പസമയത്തിനകം നമുക്ക് അറിയാനും കഴിയും. എന്തായാലും നിലവിൽ കിരൺകുമാർ പുറത്തേക്കിറങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്ത. ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതി സുപ്രീം കോടതിയെ സമീപിച്ചത്. പക്ഷേ കേസിൽ ശിക്ഷിക്കപ്പെട്ട കിരൺകുമാർ നിലവിൽ പരോളിലുമാണ്. വിസ്മയ ജീവനൊടുക്കിയ കേസിൽ തനിക്കെതിരെ ശിക്ഷ മരവിപ്പിക്കണം, ജാമ്യം നൽകണം തുടങ്ങിയവയായിരുന്നു കിരൺകുമാറിന്റെ ഹർജിയിലെ ആവശ്യം. നേരത്തെ ഇതേ ആവശ്യങ്ങളുമായി ഹൈക്കോടതിയെ കിരൺകുമാർ സമീപിച്ചതാണ്. പക്ഷേ 2 വർഷമായിട്ടും ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ തീരുമാനമായില്ല. അതുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നു എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയിലെ ഹർജിയിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അച്യുതൻ വിവരങ്ങൾ വച്ചിരുന്നു. അച്യുതൻ, തനിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല എന്നുള്ളതായിരുന്നു ഹർജിയിലെ പ്രധാന വാദം. ആ വാദം നിലനിൽക്കുന്നു എന്ന് വേണമെങ്കിൽ കിരണിന്റെ അഭിഭാഷകന് വാദിക്കാവുന്ന രീതിയിലുള്ള കോടതി വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടാവുന്നു. അച്യുതൻ. ഹാഷ്മി, ഈ സ്ത്രീധന പീഡനത്തെ തുടർന്ന് വിസ്മയ ജീവനൊടുക്കിയ കേസിൽ പ്രതി കിരൺകുമാറിന് ഇപ്പോൾ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നതാണ്. അതായത് അതിന്റെ ഒരു സാങ്കേതികത്വം ഇങ്ങനെയാണ്: ഈ ഹൈക്കോടതി അപ്പീലിൽ തീരുമാനമെടുക്കുന്നത് വരെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന് കിരൺകുമാർ ആവശ്യപ്പെട്ടിരുന്നു. ആ ഒരു ആവശ്യം അംഗീകരിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. സ്വാഭാവികമായും ആ ഒരു സാഹചര്യത്തിൽ കിരൺകുമാറിന് ജാമ്യം ലഭിക്കും. അതായത് ഹൈക്കോടതി അപ്പീലിൽ തീരുമാനമെടുക്കുന്നതുവരെ കിരൺകുമാറിന് ഈ ജാമ്യം ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്ന കിരൺകുമാർ ഈ കേസിൽ ശിക്ഷ മരവിപ്പിക്കണം, ജാമ്യം നൽകണം തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. എന്നാലും ഈ അവസാന ഘട്ടത്തിലും സംസ്ഥാനം ഇതിനെ ശക്തമായി എതിർക്കുകയുണ്ടായി. കൂടുതൽ മറുപടി ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കാൻ ഉള്ള ഒരു ആവശ്യം സുപ്രീം കോടതി അറിയിക്കുകയുണ്ട്. എന്നാലും സുപ്രീം കോടതി ഇപ്പോൾ മറ്റ് കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഹൈക്കോടതി അപ്പീലിൽ തീരുമാനമെടുക്കുന്നതുവരെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന കിരൺകുമാറിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ജാമ്യം നൽകിയിരിക്കുന്നത്. ഹാഷ്മി, ഇത് ജാമ്യം എന്ന നിലയ്ക്ക് മാത്രമല്ലല്ലോ കാണേണ്ടത് അച്യുതൻ. എന്ന് പറഞ്ഞാൽ ഇതിൽ 2 ആവശ്യമാണ് അപ്പീലിൽ ഉന്നയിച്ചിരുന്നത് കിരൺകുമാർ. 1 ജാമ്യം വേണം, 2 ശിക്ഷാവിധി മരവിപ്പിക്കണം എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.